ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചാന്മാർ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല, നമ്മളെ ഗെയിമിൽ പുതിയൊരു ഇവൻറ്റ് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. നമ്മളെ ഹെലികോപ്റ്റർ ഇവൻറ്റ് അൾട്ടിമേറ്റ് ചേസ് എന്നാണ് എൻ്റെ ഇവൻറ്റിൻ്റെ പേര്. ആകെ 3 ദിവസമേ ഉള്ളൂ ഈ ഇവൻറ്റ്. അപ്പോൾ ഈ 3 ദിവസത്തിനുള്ളിൽ എന്തായാലും നിങ്ങൾക്ക് ഹെലികോപ്റ്ററൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് GC പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഗൈസ് നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ് ഇനി അങ്ങോട്ട് വരുന്ന ഇവൻ്റ് എല്ലാം നല്ല GC കൊടുക്കണം, നമ്മൾ പൈസ കൊടുക്കണ ഇവൻ്റ് ആയിരിക്കും വരണത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പം ഇന്ത്യൻ സെർവറിൽ വന്ന സമയത്ത് അവർക്കിപ്പോൾ നല്ല ലാഭം കിട്ടുന്നുണ്ട്. ഗ്രാൻഡ് റോയൽ ഒഫീഷ്യൽ അവർക്ക് ഉണ്ടാക്കി അവർക്ക് നല്ല ലാഭം കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇത് വേറെ സെർവറിലൊക്കെ അത്ര GC ആരും കൊടുക്കില്ല. നമ്മൾ പ്രത്യേകിച്ച് ഇന്ത്യൻ സെർവറിൽ എല്ലാവരും GC കൊടുക്കും. ഉദാഹരണം നമ്മളെ ഫ്രീ ഫയർ തന്നെ, ഫ്രീ ഫയറിലുള്ളവർ എന്തായാലും നല്ല ഇവൻ്റ് കൊടുത്ത നല്ല ബണ്ടിലൊക്കെ ഇവൻ്റ് നല്ല പൈസ കൊടുത്തായിരിക്കും, ഡയമണ്ടൊക്കെ കൊടുത്തായിരിക്കും പൊട്ടിച്ചെടുക്കണം. അതേപോലെ തന്നെ ഇപ്പോൾ ഇതിലും നമ്മളെ ഗ്രാൻഡ് മൊബൈലിൽ തന്നെ നല്ല GC പൊട്ടിച്ച് ആൾക്കാർ ഇന്ത്യൻ സെർവറിലുള്ളവർ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം ഇനിയുള്ള ഇവൻറ്റുകളെല്ലാം നല്ല GC ഇതേപോലത്തെ GC ഇവൻ്റായിരിക്കും പറഞ്ഞത്. അപ്പം നമുക്ക് ഇതെന്ന് വെച്ചാൽ ഫസ്റ്റത്തെ നമ്മളെ ഫീമെയിലിൻ്റെ ബണ്ടിലാണ്, ഏകദേശം 170 GCയുടെ ബണ്ടിലാണ്. ഇപ്പം മെയിലിൻ്റെ ബണ്ടിൽ കൊണ്ടുവന്നിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞുകൂടാ, ഫീമെയിൽ കൂടുതലുള്ളത് കൊണ്ടാണെന്തോ. അപ്പം ഇതിൽ സത്യം പറഞ്ഞ് ഇതിൽ ഒരു ബണ്ടിൽ എനിക്കിഷ്ടപ്പെട്ടില്ല. സത്യം പറഞ്ഞാൽ ഒരു ഫീമെയിൽ ബണ്ടിൽ ഇഷ്ടപ്പെട്ടില്ല. ഫീമെയിലാർക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിൻ്റെ കൊള്ളാമെന്നുള്ളതെന്ന് വെച്ചാൽ ആ ഒരു ബാഗ്, ബ്ലൂ ബാഗ് മാത്രം കൊള്ളാം. വേറെ എല്ലാ ചവർ ഐറ്റംസ് 170 കൊടുത്തിട്ട് വെറുതെ GC പോകാമെന്നല്ല, ഒരു ഉപയോഗമില്ല. ഈ ഒരു തേനീച്ചൻ്റെ ആ ഒരു സാധനം പോലും ഞാൻ ഒരു 50,000 രൂപയ്ക്ക് വരെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 170 നിങ്ങൾ സ്പിൻ ചെയ്താൽ ആ ഒരു സാധനം കിട്ടിയാൽ വേറെ നഷ്ടമെന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്യുന്നില്ല. അപ്പം ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല. അപ്പോൾ നമുക്ക് രണ്ടാമത്തേന്ന് വെച്ചാൽ 220. ഇതിൻ്റെ അകത്താണ് ഗൈസ് 4 ഹെലികോപ്റ്ററുണ്ട്. 4ഉം ഒന്നും പറയില്ലാത്ത, ഏത് കിട്ടിയാലും പൊളിയാണ്. കിട്ടണമെന്ന് വെച്ചാൽ ഫസ്റ്റത്തെ ആ സാധനം കിട്ടണം. ആ കിട്ടില്ല സാധനം എനിക്ക് തോന്നണമെന്ന് വെച്ചാൽ അത് നമുക്ക് റോട്ടിൽ കൂടെ ഓട്ടിക്കുകയും ചെയ്യാം, വേണമെന്ന് വെച്ചാൽ പറക്കുകയും ചെയ്യാം. ആ ഒരു സാധനം ഒരിക്കലും ഒന്ന് പൊളിക്കും സാധനം. പക്ഷേ എനിക്ക് കണ്ടിട്ട് അങ്ങനെ എനിക്ക് തോന്നണത്. പിന്നെയെന്ന് വെച്ചാൽ ഇതിൽ ഷവർ കണ്ട കസിയോ സ്പിന്ന് കിട്ടണ ഒരു സാധനം ഇപ്പോണ്ട്. അതൊക്കെ കിട്ടിയാൽ പിന്നെ പറയേണ്ട കൈസ്. ഇപ്പോൾ ഏകദേശം ഒരാൾക്ക് 220 ആ തുച്ഛമായ പൈസ കൊണ്ട് സ്പിൻ ചെയ്ത് ആ ഒരു കസിനോ ഇട്ടിട്ട് വേണ്ട ഈ ഒരു 65,000 കൊടുത്തെടുക്കണം. ആ വണ്ടിയെ കിട്ടി നിങ്ങൾക്ക് ഒന്നും പറയണ്ട. നിങ്ങൾക്ക് നല്ല GC ഉണ്ടെങ്കിൽ ഒരു 2,000 3,000 GC ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സ്പിന്ന് ചെയ്യുക. അല്ലാതെ നിങ്ങൾ 220 500 GC കൊണ്ട് നിങ്ങൾ സ്പിൻ ചെയ്യാൻ പോവില്ല. നിങ്ങൾക്ക് ലക്കുണ്ടെങ്കിൽ നിങ്ങൾ സ്പിൻ ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള ലക്കാണ്. അപ്പോൾ ഗൈസ് എനിക്ക് എന്തായാലും ലക്കില്ല, അതുകൊണ്ട് ഞാൻ സ്പിന്ന് ചെയ്യണോ വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കണം. എനിക്ക് 1556 GC ഉണ്ട്. അപ്പം ഇനി ഇതിനെക്കാട്ടി നല്ല ഇവൻറ്റ് വരും. അപ്പോൾ ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണോ ഇത് സ്പിൻ ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് 499 GC എന്ന് വെച്ചാൽ 2 ഹെലികോപ്റ്റർ, ബാക്കിയുള്ള ഒരു സാധനം ചവർ ഐറ്റം. ഗൈസ് ഇത് ഹെലികോപ്റ്റർ ഇവൻ്റാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ ഈ 499 2 ഹെലികോപ്റ്റർ കൊടുത്തുമല്ലോ വേറെ വല്ല ഈ ഒരു അഴുക്കമല്ലോ ഈ 75,000 ഈ അഴുക്കമല്ലോ ചവർ ഐറ്റം കിട്ടിയാൽ തീർന്നു ഗൈസ്. അതേപോലെ തന്നെ 849 GC. ഇതിൽ ഗൈസ് എല്ലാ ഹെലികോപ്റ്ററും വയ്ക്കണം. ഏകദേശം എത്ര ഹെലികോപ്റ്റർ ഉണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ നോക്കാം. ബാക്കി എല്ലാം ഈ ഫീമെയിൽ വണ്ടിയിലായാലും എല്ലാം ചവർ ഐറ്റംസ് കുറേ കൊണ്ട് കുത്തി നിരിച്ച് വെച്ചിരിക്കുന്നു. ആകെ 4 ഹെലികോപ്റ്റർ ഉണ്ട് ഇതിൻ്റെ അകത്ത്. നമ്മൾ ആ ഒരു 220 ആ ഹെലികോപ്റ്റർ മൊത്തം ഇതിൻ്റെ അകത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ബാക്കിയുള്ള വണ്ടിയും കാര്യങ്ങളും ഒന്നും ഈ 849 കറക്കി ആ വണ്ടി കിട്ടിയാലും നിങ്ങൾക്ക് നഷ്ടമാണ്. പക്ഷേ ഹെലികോപ്റ്റർ കിട്ടിയാൽ നിങ്ങൾക്ക് ലാഭമാണ്. അപ്പം നിങ്ങൾ കറക്കണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ആ ഒരു ഇതിലെ കറക്കം എന്തെന്ന് വെച്ചാൽ നമ്മളെ 220 GC പൊട്ടിച്ച് നിങ്ങൾ കറക്കുക. അതാണ് നിങ്ങൾക്ക് ലാഭം. എന്തെന്ന് വെച്ചാൽ 220 വെച്ചാൽ ബാക്കി ഒന്നിലും ഇല്ലാത്ത 4 ഹെലികോപ്റ്റർ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ
കാർ അത്യാവശ്യം നല്ല കാറുണ്ട്. പിന്നെ ആ ഒരു ജീപ്പിൻ്റെ വാല്യൂ 2 കോടിയാണ് ഗൈസ്. ഞാൻ ജീപ്പ് കണ്ടായിരുന്നു, ലൈസൻസൊക്കെ നോക്കിയായിരുന്നു ഗൈസ്. അടിപൊളി ജീപ്പാണ്. അപ്പം വേറെ ഒന്നുമില്ല, ആ ജീപ്പില്ല, ഇതിനകത്ത് ജീപ്പുണ്ട്. അപ്പം ഞാൻ പറയണമെന്ന് വെച്ചാൽ ഈ 220 സ്പിന്ന് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിലാവുമ്പം താഴെ ഉള്ളത് കുറച്ച് ചവർ ഐറ്റംസ് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള എല്ലാത്തിലും നല്ല ചവർ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇതിലൊരു 10 നിങ്ങൾക്ക് ഒരു 2200 GC ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 10 സ്പിൻ ചെയ്യാം. 10 സ്പിന്നിൽ എന്തായാലും നിങ്ങൾക്കൊരു സാധനം അടിക്കും, നല്ലൊരു സാധനം അടിക്കും. നിങ്ങൾക്ക് ലക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെലികോപ്റ്റർ കിട്ടും. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾ ആരെങ്കിലും സ്പിന്ന് ചെയ്യണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ് ഞാൻ എന്തായാലും ചിലപ്പോൾ സ്പിന്ന് ചെയ്യണമെങ്കിൽ ഞാൻ വീഡിയോ ഇടാം. ഗൈസ് ഇന്നലെ നമ്മളെ മാപ്പിൻ്റെ ഇവൻറ്റ് കറക്റ്റ് 2:30 ആയപ്പം എൻഡായിട്ടുണ്ട്. അപ്പം അതിൽ നിങ്ങൾ സ്റ്റാർ പോയിൻറ്റിൽ 1 മുതൽ 50 വരെ നിന്ന പ്ലെയേഴ്സ് നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് ആ കിട്ടിയ റിവാർഡ് നിങ്ങൾക്ക് ഉടനെ തന്നെ ആഡാവുന്നതാണ്. കാറായാലും അതായത് ആ റോയൽ വിൻസ് ആയാലും ഉടനെ നിങ്ങളെ അക്കൗണ്ടിൽ ആഡാവുന്നതാണ്. ഗൈസ് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഇനി അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരണവരെ എല്ലാവർക്കും ബൈ.